സമയം ഏകദേശം 12 ഈ നട്ടുപാതിലേക്ക് ഞങ്ങൾ യാത്ര പോവാണ് കേട്ടോ. വേറെ എവിടേക്കുമില്ല, ആലപ്പുഴയിലെ കൃപാസനം എന്ന പള്ളിയിലേക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ ഫാമിലി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൃപാസനം എത്തി. ആദ്യം തന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഫ്രഷായി. പിന്നെ പള്ളിക്കുള്ളിലേക്ക് കയറി. പക്ഷേ നമുക്ക് 5:30 കേട്ടോ ഉടമ്പടി എടുക്കാനുള്ള ടോക്കൺ കിട്ടുള്ളൂ. ഇതാണ് കൃപാസനം പള്ളിയുടെ എൻട്രൻസ്. ഉള്ളിൽ കയറി കുറച്ച് നേരം സമാധാനത്തോടെ ശാന്തമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ 4 മണിക്ക് എത്തിയതുകൊണ്ട് നമുക്ക് കുറേ സമയം കിട്ടി. അതുകൊണ്ട് അവിടെ ഉടമ്പടിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് കുറച്ച് നേരം ഇങ്ങനെ വായിച്ചൊക്കെ നോക്കി കേട്ടോ. കാരണം ഉടമ്പടി എടുക്കാനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് പള്ളിയുടെ ഉൾവശം. ഇവിടെയാണ് നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ പള്ളിയുടെ അൾത്താര. പിന്നെ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ആ ഒരു മണലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഉടമ്പടിയൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അന്ന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ അന്ന് ഉടമ്പടിയൊക്കെ തീർന്നപ്പോൾ കുറച്ച് സമയം എടുത്തു. ഏതാണ്ട് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. ഈ കാണുന്ന കുട്ടികൾ തലയിലിടുന്ന ഷോളാണ് കേട്ടോ. എനിക്ക് കുറച്ച് കൊന്തയും പിന്നെ മാതാവിൻ്റെ കുറച്ച് രൂപങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്തുള്ള കുറച്ച് അമ്മച്ചിമാരൊക്കെ കൊന്തയും മാതാവിൻ്റെ രൂപങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞു വിടും കേട്ടോ. ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് ഒരു ലോട്ടറി എടുത്തു. അമ്മ എവിടെ പോയാലും ലോട്ടറി എടുക്കുന്ന പതിവുണ്ട് കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ ഇറങ്ങി കുറച്ച് സമാധാനത്തോടെ എവിടെയൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ബൈ.